നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. അത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ വീഴ്ചയുണ്ടായി എന്നാണ് സമ്മതിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. PS പ്രശാന്താണ് പ്രതികരണം നടത്തിയത്. 1999 മുതൽ 21 വരെയുള്ള എല്ലാ കാര്യങ്ങളിലും സമഗ്രമായ അന്വേഷണം വേണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ദേവസ്വം ബോർഡിന് ധാരണയില്ലെന്നും ശബരിമലയിലെ സ്വർണ്ണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്ററുകൾ കൃത്യമാണെന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. ഇപ്പോൾ പുറത്തു വരുമ്പോഴാണല്ലോ ഈ ഹൂയിസ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. നിങ്ങളായാലും ദേവസ്വം ബോർഡായാലും കോടതിയായാലും ചോദിക്കേണ്ടി വരുന്നത് ഇപ്പോഴാണല്ലോ. ശബരിമലയിൽ ലക്ഷോപലക്ഷം ആളുകളാണ് വരുന്നത്. അപ്പോൾ അവരെല്ലാം ആരാണ് എന്താണ് എന്ന് ഒരു സമ്പൂർണ്ണമായ ബയോഡേറ്റ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ പുറത്തു വരുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തൊടുത്തുവിട്ടൊരു ആയുധമാണ് ഈ ചർച്ചകൾക്കൊക്കെ തുടക്കമിടുന്നത്. നന്നായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലായാൽ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ഒരു സാധനം, ഒരു താങ്ങുപീഠം അവിടെ വച്ചിട്ടുണ്ട്. അത് വ്യാജ ആരോപണമായിരുന്നു, അത് വ്യാജ പീഠവുമായിരുന്നു. കാരണം ശബരിമലയിൽ സമർപ്പിക്കുന്ന അവിടെ റെസിപ്റ്റുള്ള അവിടെ മഹസറുള്ള സാധനം മാത്രമല്ലേ വ്യാജമല്ലാതിരിക്കും. അപ്പോൾ ഇതൊരു വ്യാജ ആരോപണമായിരുന്നു, വ്യാജ പീഠവുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ കണ്ടെത്തി. അദ്ദേഹം ശബരിമലയെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കി. ഇപ്പോൾ അദ്ദേഹം കുഴിച്ച കുഴിയിൽ അദ്ദേഹം വീണു, അദ്ദേഹം പ്രതിക്കൂട്ടിലേക്കായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വരട്ടെ. അപ്പോൾ ഇത്തരം അവതാരങ്ങൾ, അപ്പോൾ ഈ അവതാരത്തെ ഇത് നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ അതിനെനിക്കുള്ള മറുപടി എന്ന് പറയുന്നത്, കാരണം ഈ കമ്പനിയുടെ കത്ത് കിട്ടിയല്ലോ, ഇങ്ങനെ ചുക്കിയും ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ശബരിമലത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവാണ്. ശരി, ആര്യ വിനോദ് കൊച്ചിയിൽ വിശദാംശം നൽകും. നിലവിൽ പ്രതിപക്ഷവും ഉയർത്തുന്ന ചോദ്യം ഇത് തന്നെയാണ്. എന്തടിസ്ഥാനത്തിൽ ആര് പറഞ്ഞിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി കൊടുത്തു വിട്ടത്? അതിപ്പോ ഈ PS പ്രശാന്ത് അത് സമ്മതിക്കുമ്പോൾ, വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുമ്പോൾ ഹൈക്കോടതിയിലുള്ള കേസ് കൂടിയാണിത്. ഈ വീഴ്ച അല്ലെങ്കിൽ ഈ കുറ്റസമ്മതം എത്ര വലിയ ഒരു നിർണായക പോയിന്റാണ് ഈ അന്വേഷണത്തിന്റെ വഴിയിൽ? ഈ സ്പോൺസർമാർക്ക് കൈമാറിയതിൽ വീഴ്ച ഉണ്ടായി എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. 1999 മുതൽ ഇതുവരെയുള്ള എല്ലാ കണക്കുകളും പരിശോധിച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അന്വേഷണത്തിനായിട്ട് കോടതിയിൽ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടും എന്നുള്ള കാര്യം കൂടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഇതിൽ എന്ത് തന്നെ ആയാലും ഇതിൽ തീർച്ചയായിട്ടും ഇതിൽ വീഴ്ച ഉണ്ടായെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ അല്ലായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമെന്നും ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ഒരു ചോദ്യത്തിന് എന്താണ് ഉത്തരം എന്നുള്ള നമ്മുടെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ദേവസ്വം ബോർഡിനും ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് അറിയില്ല. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് നിയമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ മുഴുവൻ പരിശോധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു മറുപടി. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് ദേവസ്വം ബോർഡിനും അറിയില്ല എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള കണക്കുകളെല്ലാം തന്നെ, ഇടപാടുകളെല്ലാം തന്നെ പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ PS പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്ന് തന്നെ ആയാലും ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഈ ഒരു അയ്യപ്പ സംഗമത്തെ എതിർത്തവരാണ് ഈ ഒരു ആസൂത്രണത്തിന് പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ശരി.